നമസ്തേ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുലാബ് ജാമുൻ നമ്മളെല്ലാവരും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമുക്കതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. ഇപ്പോൾ എന്തായാലും സേഫ് അറ്റ് ഹോം ആണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ടൈം പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോ ചെയ്യുക, അതേപോലെ മോൻ്റെ കൂടെ കളിക്കുക, സ്നേക്ക് ആൻഡ് ലാഡർ, അതേപോലെ പന്ത് കളിക്കുക, അങ്ങനെയൊക്കെ അവനും ഒരു ടൈം പാസ്. കാരണം ഇപ്പോൾ റൂം തുറന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല, അപ്പോൾ ഫ്രണ്ട്സൊന്നും ആരും ഇല്ല ഈ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവനും ഒരു നേരം പോക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുൻപ് ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ കുറേ പേര് വ്യൂ ചെയ്യുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഗുലാബ് ജാമുൻ നമുക്ക് ആദ്യം ഒരു കപ്പ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 250 ml ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ റവ കൊണ്ടാണ് ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. 250 ml 500 ml പാലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി ഇത് ഏകദേശം ഒന്ന് കട്ടിയാവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി നമുക്കതൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിനായി ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാര, അതായത് 250 ml പഞ്ചസാര. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1.5 കപ്പ് വെള്ളം. ഇത് നമുക്ക് ചെറിയൊരു സ്മെല്ലൊക്കെ കിട്ടുന്നതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ നമുക്ക് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ആഡ് ചെയ്യാം. പഞ്ചസാര പാനി കട്ടി പിടിക്കാതിരിക്കാനായി നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, ചെറിയൊരു അളവിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം.
അതുപോലെ ഈ പഞ്ചസാര പാനി ഏകദേശം പാകമായി എന്നറിയുന്നത് നമ്മൾ അത് വിരലിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു നൂൽ പരുവത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് നേരത്തെ ബോളായി ഉരുട്ടി വെച്ചിരിക്കുന്ന റവ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അതുവരെ ബൈ ബൈ.